2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ഡോക്ടർ ജഗദീപ് ധൻഖർ ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയാകും. ഇന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹം കൊല്ലത്തേക്ക് പോകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഷ്ടമുടി കായലിൽ ഹൗസ് ബോട്ടുകൾ, അതുപോലെ പാസഞ്ചർ ബോട്ടുകൾ ഇവയ്ക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്ത കൊല്ലത്തുനിന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വിലക്കിനെതിരെ ടൂർ ഓപ്പറേറ്റേഴ്സ് രംഗത്ത് വന്നുവെന്നും മറ്റൊരു വാർത്ത. അരുൺ രാജ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് അരുൺ രാജ്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. സ്വകാര്യ സന്ദർശനമാണ് ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുടെ കൊല്ലത്തേത്. ഈ സ്വകാര്യ സന്ദർശന വേളയിലാണ് കൊല്ലത്തെ ഈ ഹൗസ് ബോട്ടുകൾക്കും സഫാരി ബോട്ടുകൾക്കും അതുപോലെ തന്നെ യാത്രാ ബോട്ടുകൾക്കും അടക്കം വിലക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനം ഇപ്പോൾ ജില്ലാ ഭരണകൂടവും പോലീസും അടക്കം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3:30 ആശ്രമ മൈതാനത്തെത്തുന്ന ഉപരാഷ്ട്രപതി പിന്നീട് ലീല ഹോട്ടലിലെത്തുകയും അവിടെ നിന്ന് പിന്നീട് 1 മണിക്കൂർ കായൽ സന്ദർശനമാണ്. കായലിലൂടെ ഒരു യാത്രയാണ് അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനുശേഷം നാളെ രാവിലെ 9 മണിയോടെ കൊല്ലത്ത് നിന്ന് തിരിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നും നാളെയും ഈ ഹൗസ് ബോട്ടുകൾക്കടക്കം നിയന്ത്രണം വേണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് ഈ മരിറ്റൈം ബോർഡിനോട് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും നാളെയുമുള്ള എല്ലാ ടൂർ പരിപാടികളും നിർത്തണമെന്നാവശ്യപ്പെട്ട് ഈ മരിറ്റൈം ബോർഡ് ഈ എല്ലാ ബോട്ട് ഉടമകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പലർക്കും ഇതോടെ തന്നെ വലിയ അസൗകര്യം നേരിട്ടതായാണ് പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ടൂർ ഓപ്പറേറ്റർ തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇവരുടെ അസോസിയേഷൻ രാഷ്ട്രപതിക്കടക്കം പരാതിയും നൽകിയിട്ടുണ്ട്. കാരണം ഒരു സ്വകാര്യ സന്ദർശനത്തിന് ഇത്രയധികം നിയന്ത്രണം എന്തിനു വേണം എന്നുള്ള ആവശ്യമാണ് ടൂർ ഓപ്പറേറ്റർമാർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയ്ക്ക് എത്തുന്നവർക്ക് അടക്കം ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. PSC പരീക്ഷ അടക്കം നടക്കുന്ന ദിവസമാണിന്ന്. വലിയ രീതിയിലുള്ള യാത്രാ നിയന്ത്രണങ്ങളടക്കം കൊല്ലം നഗരത്തിലടക്കം ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തു. വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ഓക്കെ, താങ്ക് യു അരുൺ രാജ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇങ്ങനെയുള്ളവരുടെ സന്ദർശന സമയത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇളവുകൾ നൽകാനുള്ള സാഹചര്യം നിലവിലില്ല എന്നെല്ലാവർക്കും അറിയാം. അതേസമയം നമ്മുടെ പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾക്കും കുട്ടികൾക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് അദ്ദേഹത്തിനായിരിക്കും അത് മാനസികമായി പ്രയാസമുണ്ടാക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.